മരണപ്പെട്ട ഒരു വ്യക്തി തൻ്റെ മരണത്തിൻ്റെ കാരണവും അതുപോലെ താൻ മരിച്ചു കിടക്കുന്ന സ്ഥലവും താൻ തന്നെ ഒരു ആത്മാവായിട്ട് വന്ന് ഒരാളോട് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിലുള്ള ഒരു കഥ എവിടെ നിന്നെങ്കിലും നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് വിചിത്രമായിട്ട് തോന്നും. ശരിയാണ്, ഇത് വളരെയധികം വിചിത്രമാണ്. ഇങ്ങനെയൊന്നും നമ്മുടെ ഈ ജനറേഷനിൽ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഈ ഒരു കഥ വരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. ഏകദേശം 2003 കാലഘട്ടത്തിൽ അവിടെ വെച്ച് നടന്ന ഒരു അപകട മരണത്തെ തുടർന്ന് ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ ഡെഡ് ബോഡി ലഭിക്കാതെ വരുന്നു. പോലീസുകാരും നാട്ടുകാരും ഒരുപാട് അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ബോഡി ലഭിച്ചില്ല. എന്നാൽ അതിനുശേഷമുണ്ടായ ചില കാര്യങ്ങളൊക്കെ അല്പം വിചിത്രമാണ്. കഥ മുഴുവൻ കേൾക്കുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൂടെ കൂടാം. ഈ കഥ നടക്കുന്നത് ഏകദേശം 2003 കൊൽക്കത്തയിലെ ഒരു ഉൾഗ്രാമത്തിൽ അശ്വന്തിനുണ്ടായ ഒരു അമാനുഷികമായ വിചിത്രമായ ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വന്ത് എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. പതിവില്ലാതെ എല്ലാ ദിവസവും അശ്വന്ത് അങ്ങോട്ടേക്ക് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാനായിട്ട് പോവാറുണ്ട്. ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവർ കളിക്കുന്നതിനിടയിൽ അവരുടെ ബോള് ഒരു കാട്ടിലേക്ക് പോകുന്നത്. എല്ലാവരും പല ഭാഗങ്ങളിലായിട്ട് ബോള് തിരയാൻ തുടങ്ങി. അശ്വന്തും കൂടെ തിരയാനൊരുങ്ങി. അങ്ങനെ തിരഞ്ഞ് സ്കൂളിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് അശ്വന്ത് സ്കൂളിന്റെ പുറകിലായിട്ട് ഒരു കുഴി കാണുന്നത്. അതിനടുത്ത് 2 തൊഴിലാളികൾ നിൽക്കുന്നുമുണ്ട്. ആ സമയത്ത് അശ്വന്തിനോട് പറഞ്ഞു, ഇത് സെപ്റ്റിക് ടാങ്ക് ആണ്, ഇതിലെ ചെളിയും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് തുറന്നിട്ടതാണ്. അടുത്ത ദിവസം ഇത് അടക്കുകയും ചെയ്യും. നിങ്ങളുടെ ബോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ വീണിട്ടുണ്ട്, അത് ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ തൊഴിലാളികളിൽ ഒരാൾ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ആ ബോൾ എടുത്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അശ്വന്ത് ഇതൊന്നും കാര്യമാക്കിയില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം അശ്വന്ത് ഇതൊന്നും കാര്യമാക്കാതെ അവിടെ നിന്നും കളിസ്ഥലത്തേക്ക് തന്നെ തിരിച്ചുപോയി. വീണ്ടും അവർ കളിയിൽ മുഴുകാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരുന്നത്. ഈ അശ്വന്തിൻ്റെ അച്ഛൻ അവിടെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു. എന്നത് മാത്രമല്ല, ചില പ്രശ്നപരിഹാരങ്ങൾക്കൊക്കെ അദ്ദേഹം രാശിയും അതുപോലെ നക്ഷത്രങ്ങളും നോക്കിയിട്ട് ഫലം പറയുന്ന ഒരു പതിവ് കൂടി അവരുടെ ആ കുടുംബത്തിനുണ്ട്. അങ്ങനെ അശ്വന്തിൻ്റെ അച്ഛനരികിലേക്ക് ഒരു പ്രായമായ മുത്തശ്ശി എത്തി. തൻ്റെ കൊച്ചുമകനെ കാണാതായിട്ട് ഇന്നേക്ക് 3 ദിവസമായിരിക്കുന്നു. പോലീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പോലീസും നാട്ടുകാരും പല ഭാഗത്തും തിരഞ്ഞിട്ടും എൻ്റെ കൊച്ചുമകനെ എനിക്ക് ലഭിച്ചില്ല. നിങ്ങൾ കവടി നിരത്തിയിട്ട് എൻ്റെ കൊച്ചുമകൻ എവിടെയാണെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ എന്ന ഒരു ആവശ്യമായിട്ടാണ് ആ മുത്തശ്ശി അശ്വന്തിൻ്റെ അച്ഛൻ്റെ അരികിലേക്ക് എത്തിയത്. അശ്വന്തിൻ്റെ അച്ഛൻ ഉടനെ തന്നെ കവടി നിരത്തിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ അമ്മൂമ്മയോട് ഇത് പറയുന്ന സമയത്ത് അശ്വന്തും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അശ്വന്തിന്റെ അച്ഛൻ ആ അമ്മൂമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ കൊച്ചുമകൻ ഈ ഗ്രാമം വിട്ട് എങ്ങും പോയിട്ടില്ല, ഈ ഗ്രാമത്തിൽ തന്നെ അവനുണ്ട്, എന്നാൽ എവിടെയാണെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് കാണുന്നില്ല എന്നും പറഞ്ഞു. അതിനുശേഷം ആ മുത്തശ്ശി വീണ്ടും നിരാശയോടെ മടങ്ങി. എന്നാൽ അന്ന് ആ മുത്തശ്ശി വന്നു പോയതിനു ശേഷമാണ് സ്കൂൾ അവധി കാരണം അവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് പോയത്. ഏകദേശം 1 മാസക്കാലത്തോളം അശ്വന്ത് അവിടെ അമ്മയുടെ വീട്ടിൽ താമസിക്കാനായിട്ട് പോയി. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അശ്വന്ത് തിരിച്ചു വരുന്ന സമയത്ത് അവൻ കാണുന്നത് ആ ഗ്രാമത്തിലെ പല ഭാഗങ്ങളിലും കാണാനില്ല എന്ന ഒരു പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ആ സമയത്ത് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അശ്വന്തിന് ഒരു കാര്യം മനസ്സിലായത്. അത് അന്ന് ആ മുത്തശ്ശി വന്ന് പറഞ്ഞ കിഷോർ എന്ന് പറഞ്ഞ കുഞ്ഞിനെയാണ്. ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടിയെ കിട്ടിയില്ലേ എന്ന ഒരു സംശയത്തോടു കൂടി അശ്വന്ത് വീട്ടിലെത്തി തൻ്റെ അച്ഛനോട് ചോദിച്ചു. വീണ്ടും ആ അച്ഛൻ പറഞ്ഞു, ആ കുട്ടിയെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പോലീസുകാരും നാട്ടുകാരും ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ എവിടെയെന്ന് മാത്രം ആർക്കും അറിയില്ല. ഞാൻ വീണ്ടും ഒരുപാട് തവണ കവടി നിരത്തി നോക്കി, എന്നാൽ എനിക്ക് മുന്നിൽ അതൊന്നും വ്യക്തമാകുന്നില്ല എന്നുകൂടി പറഞ്ഞു. അശ്വന്ത് വളരെ നിരാശനായിട്ട് അവിടെ തന്നെ ഇരുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അശ്വന്ത് ആ ഗ്രൗണ്ടിലേക്ക് കളിക്കാനായിട്ട് പോയി. അങ്ങനെ അവൻ അവിടെ എത്തിയതിനു ശേഷം അന്ന് അവിടെ കളിക്കാനായി തീരുമാനിച്ചു. അന്നും അവരുടെ കയ്യിൽ നിന്നും ഒരു ബോൾ ആ സ്കൂളിന് ചുറ്റുമുള്ള കാട്ടിലേക്ക് പോയി. വീണ്ടും അവരിൽ എല്ലാവരും ആ ഭാഗത്തൊക്കെ തിരയാനൊരുങ്ങി. എന്നാൽ അവർ പല ഭാഗങ്ങളിൽ തിരഞ്ഞിട്ടും അവർക്ക് ആ ബോൾ ലഭിച്ചില്ല. ആ സമയത്താണ് അശ്വന്തിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഒരുപക്ഷെ അന്നത്തെ പോലെ ആ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് ബോൾ വീണിട്ടുണ്ടായിരിക്കുമോ. അങ്ങനെ ആ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ സെപ്റ്റിക് ടാങ്ക് ഒക്കെ മൂടിയിട്ട് ഒരുപാട് ദിവസങ്ങളായിരിക്കുന്നു. അതിനു മുകളിലൊക്കെ പുല്ല് കിളിർത്തിട്ടുമുണ്ട്. എന്നാൽ ആ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതിനടുത്തുണ്ടായിരുന്ന ഒരു പഴയ ക്ലാസ് മുറിയിൽ നിന്നും ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ചേട്ടാ, ബോൾ ഇവിടെയുണ്ട്, ഇവിടേക്ക് വരും എന്ന ശബ്ദം. ഇത് കേട്ട ഉടനെ തന്നെ അശ്വന്ത് ചുറ്റുപാടും നോക്കി. എന്നാൽ അശ്വന്തിന് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ അശ്വന്ത് ഉടനെ ആ ക്ലാസ് മുറിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുന്ന സമയത്താണ് സുഹൃത്തുക്കളിൽ ചിലർ അവനെ പുറകിൽ നിന്ന് വിളിച്ചത്. അശ്വന്ത്, ബോള് കാണാനില്ല, എവിടെ തിരഞ്ഞിട്ടും ബോള് കിട്ടിയിട്ടില്ല. വേറൊരു ബോള് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, നമുക്ക് അത് വെച്ച് കളിക്കാം, നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വാ എന്ന് അശ്വന്തിനോട് പറഞ്ഞു. ആ സമയത്ത് ആ ക്ലാസ് മുറിക്ക് അരികിലേക്ക് പോകാനൊരുങ്ങുന്ന അശ്വന്ത് അത് കാര്യമാക്കാതെ അവൻ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി. സന്ധ്യാവോളം അവർ അവിടെ കളിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ ദിവസം അവർ കളിയൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും കൈയും കാലും കഴുകാനായി സ്കൂൾ ഗ്രൗണ്ടിന്റെ അറ്റത്തുള്ള ഒരു പൈപ്പ് ലൈൻ കണക്ഷന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ വെച്ച് അവർ കൈയും മുഖവും കഴുകുന്നതിനിടയിലാണ് വീണ്ടും അവർ ആ വിചിത്രമായ ശബ്ദം കേൾക്കുന്നത്. ഒരു കുഞ്ഞ് നിലവിളിച്ച് കരയുന്നത് പോലെയുള്ള ഒരു ശബ്ദം. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ അശ്വന്തിന് നേരത്തെ അവനുണ്ടായ അനുഭവം ഓർമ്മയിൽ വന്നു. എന്നാൽ അശ്വന്ത് അങ്ങോട്ടേക്ക് പോകാൻ ഇറങ്ങിയില്ല. കാരണം ഇരുട്ടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകാൻ അശ്വന്തിന് ഭയം തോന്നിയിരുന്നു. എന്നാൽ അന്ന് ആ ശബ്ദവും ആ അനുഭവവും അവിടെ തന്നെ ബാക്കി വെച്ചുകൊണ്ട് അശ്വന്ത് വീട്ടിലേക്ക് മടങ്ങി. അന്നത്തെ ദിവസം വീട്ടിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മയിൽ വന്നത്. ആ സമയത്ത് പെട്ടെന്ന് അശ്വന്തിന് ഒരു കാര്യം കൂടെ ഓർമ്മയിൽ വന്നു. അന്ന് കാണാതായ ആ ചെറിയ കുഞ്ഞിൻ്റെ മുഖം. കിഷോർ എന്നായിരുന്നു പേര് എന്ന് അവനറിയാം. ഇന്നും ആ കുഞ്ഞിനെ ലഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ അവൻ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇതിന് ഉത്തരം ലഭിക്കാനായി തൻ്റെ അച്ഛനോട് അവൻ ഈ കാര്യം ചെന്ന് പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അച്ഛൻ അവിടെ ചില കാര്യങ്ങളിൽ വളരെ തിരക്കായിരുന്നു. അതുകൊണ്ട് അശ്വന്തിന് അച്ഛനോട് ഈ കാര്യം പറയാൻ അന്ന് സാധിച്ചിരുന്നില്ല. അങ്ങനെ അശ്വന്ത് വീണ്ടും തൻ്റെ മുറിയിലേക്ക് തന്നെ മടങ്ങി അവൻ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അടുത്ത ദിവസം അവൻ സ്കൂളിൽ പോയ ദിവസം അവന് അന്ന് വല്ലാത്ത തരത്തിലുള്ള എന്തൊക്കെയോ അസ്വസ്ഥത പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. അന്ന് ഒരു പീരീഡ് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അവൻ ഗ്രൗണ്ടിൻ്റെ അരികിലുള്ള ഒരു മരത്തിന് താഴെ പോയിരുന്നു. ആ സമയത്താണ് അവൻ ആ പാഴടഞ്ഞ ക്ലാസ് മുറിയുടെ ഭാഗത്തേക്ക് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം അവന് അവിടെ വെച്ചിട്ടുണ്ടായ ആ അനുഭവം അവൻ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. ഇനി എന്ത് ചെയ്യും, ഇത് ആരോട് ഞാൻ പറയും എന്നൊക്കെ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഏറിക്കൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ട് അവനെ ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. എന്നാൽ പോകുന്ന വഴിയെ അശ്വന്ത് അവൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഈ കാര്യം പറയുകയുണ്ടായി. ആ സമയത്ത് അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കളിയാക്കുകയും ചെയ്തു. നീ എന്താണ് പറയുന്നത്? അവിടെ നിന്ന് ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടുവരുന്നു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും പോയി. എന്നാൽ അന്നത്തെ സ്കൂൾ വിട്ടതിന് ശേഷം അവർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് കളിക്കാനിറങ്ങി. അന്ന് അവർ ക്രിക്കറ്റായിരുന്നു കളിക്കാൻ തുടങ്ങിയിരുന്നത്. ഒരുപാട് സമയം കളിച്ച് ഏകദേശം സന്ധ്യ ഇരുട്ടിയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അശ്വന്ത് പറഞ്ഞു, ഇനി വൈകിയാൽ അച്ഛൻ വഴക്ക് പറയും, പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു. ആ സമയത്താണ് അശ്വന്ത് കൈയും കാലും കഴുകാനായിട്ട് എന്നും പോകാറുള്ള ആ പൈപ്പിനരികിലേക്ക് പോകുന്നത്. ആ സമയത്ത് തൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരോട്, ഞങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് കൈയും കാലും കഴുകുന്നത്, നീ പോയി കൈയും കാലും കഴുകിയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ മുന്നേ നടന്നു. അശ്വന്ത് തൻ്റെ കയ്യിലെ ബാറ്റും ബോളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് പൈപ്പിനരികിലേക്ക് കൈയും കാലും മുഖവും കഴുകാനായി പോയി. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് വീണ്ടും അശ്വന്തിന് ആ പാഴടഞ്ഞ ക്ലാസ് മുറിയിൽ നിന്ന് ഈ ഒരു ശബ്ദം കൂടി കേൾക്കുന്നത്. ചേട്ടാ, ഇങ്ങോട്ട് വരൂ, ഞാൻ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് അശ്വന്ത് അവിടെ നിന്നില്ല. അശ്വന്ത് അവിടെ നിന്ന് ഈ ശബ്ദം വരുന്നതിന് പിന്നിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്
അശ്വന്ത് കൈയും കാലും മുഖവും കഴുകുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് നടന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് എത്തിയ സമയത്താണ് അശ്വന്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന ആ ക്ലാസ് മുറി കാണുന്നത്. ഇത് അടച്ചു പൂട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിനകത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുന്നത് എന്ന് അശ്വന്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഏറി വന്നത്. ഉടനെ തന്നെ അശ്വന്ത് ആ ഭാഗത്ത് മുഴുവനായിട്ട് തിരയാൻ തുടങ്ങി. അങ്ങനെയാണ് പുറകുവശത്തെ ഒരു ജനവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അങ്ങനെ അശ്വന്ത് ആ ഭാഗത്തേക്ക് ചെന്നിട്ട് ആ ജനവാതിലിലൂടെ അകത്തേക്ക് നോക്കുമ്പോഴായിരുന്നു ആ ഇരുണ്ട മുറിയിൽ, ആ പാഴടഞ്ഞ മുറിയിൽ ഒരു മൂലയിൽ ഒരു കാക്കി നിക്കറും വെള്ള ഷർട്ടും ധരിച്ച ഒരു ചെറിയ ആൺകുട്ടി നിൽക്കുന്നു. കണ്ടാൽ ഏകദേശം ഒരു 5 വയസ്സ് പ്രായം മാത്രം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. എന്നാൽ ഈ സമയത്ത് അശ്വന്തിന് അന്ന് കാണാതായ കിഷോറിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും തികട്ടി വന്നില്ല. അശ്വന്ത് ആ കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ സമയത്ത് ഈ ക്ലാസ് മുറിയിൽ നിൽക്കുന്നത് എന്ന്. ആ സമയത്ത് ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ പഠിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ അച്ഛമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എൻ്റെ അച്ഛമ്മ തിരയുന്നുണ്ടാവും. ഞാൻ പേടിച്ച് ഇവിടെ നിൽക്കുകയാണ്. എന്നെ കിട്ടിയാൽ എൻ്റെ വീട്ടുകാർ എന്നെ തല്ലുകയും ചെയ്യും. എനിക്ക് പേടിയാണ് വീട്ടിലേക്ക് പോകാനുള്ളത്. ആ സമയത്ത് 15 വയസ്സ് മാത്രം പ്രായമുള്ള അശ്വന്തിന് ഇത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഒരുപക്ഷെ ഈ കുഞ്ഞ് പറയുന്നത് ശരിയായിരിക്കാം. തൻ്റെ അമ്മയോ അച്ഛനോ വഴക്ക് പറയുമെന്ന് കേട്ടിട്ട് അവൻ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കാം എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനോട് എന്നാ ശരി ഞാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അശ്വന്ത് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ 3 മാസം കഴിഞ്ഞു. അശ്വന്ത് 10ാം ക്ലാസ്സിൽ നിന്നും +1 ചേരുന്ന സമയത്ത് അശ്വന്തിന് ഒരു ദിവസം അവരുടെ ഗ്രാമത്തിൽ ഒരു വലിയ കല്യാണം ഉണ്ടായിരുന്നു. അന്ന് അവിടെ രാത്രി കല്യാണമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കൊൽക്കത്ത ഭാഗത്തൊക്കെ രാത്രികളിലാണ് മാരേജ് ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നത്. അന്ന് സൈക്കിളും എടുത്ത് അവൻ ആ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന സമയത്താണ് പെട്ടെന്ന് ആ കുഞ്ഞിനെ അവൻ വീണ്ടും കാണുന്നത്. ആ കുഞ്ഞ് അവിടെ ആ സ്കൂളിൻ്റെ മതിലിന് മുകളിലിരിക്കുന്നു. പെട്ടെന്ന് ഇവനെ കണ്ടതോടെ ആ കുഞ്ഞ് അവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടിയിട്ട് വീണ്ടും ആ പാഴടഞ്ഞ ക്ലാസ് മുറിയിലേക്ക് പോയി ഒളിച്ചിരിക്കാൻ തുടങ്ങി. ചേടാ, ഇതെന്ത് കുട്ടി, ഇത്രയും ദിവസമായിട്ടോ ഈ കുഞ്ഞ് ഇവിടെ നിന്ന് പോയില്ലേ എന്ന ഒരു ചിന്ത അശ്വന്തിന് ആ സമയത്ത് ഓർമ്മയിൽ വന്നു. വീണ്ടും അശ്വന്ത് ആ സൈക്കിളൊക്കെ അവിടെ നിർത്തിയതിനു ശേഷം അവരും ആ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ മതിൽ ചാടിക്കടന്ന് ആ കുഞ്ഞ് ഓടിയ ഭാഗത്തേക്ക് ചെന്നു. ആ സമയത്ത് അവൻ അന്ന് കണ്ട ആ സ്കൂളിലെ ആ പൂട്ടിയിട്ടിരിക്കുന്ന റൂം തുറന്നിട്ടിരിക്കുന്നു. എന്നിട്ട് അവൻ അകത്തേക്ക് കയറിയിട്ട് വീണ്ടും ആ കുഞ്ഞിന് അരികിലേക്ക് നടന്നു. ആ സമയത്തും ആ കുഞ്ഞ് ഒരു മൂലയിൽ തന്നെ പേടിച്ച് അരണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അശ്വന്ത് ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഇത്ര ദിവസമായിട്ടും വീട്ടിൽ പോയില്ലേ, നിനക്ക് വിശക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് ആ കുഞ്ഞ് വല്ലാത്ത രീതിയിൽ അമറാൻ തുടങ്ങി. എന്തോ ഒരു അദൃശ്യമായ രൂപത്തിലുള്ള ഒരു വല്ലാത്ത തരം ശബ്ദം. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കയ്യിലെ പിടിവിട്ടിട്ട് അവന്റെ 2 കൈയും ചെവിയിൽ പൊത്തി പിടിച്ചുകൊണ്ടിരുന്നു. അത്രയും ഉച്ചത്തിലായിരുന്നു ആ കുഞ്ഞ് അലറി വിളിക്കുന്നുണ്ടായിരുന്നത്. അലർച്ചയ്ക്കൊടുവിൽ ആ കുഞ്ഞ് അശ്വന്തിനോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നില്ല. അതും ഒരു പേടിപ്പിക്കുന്ന പോലെ, ഞാൻ തിരിച്ചു വരുന്നില്ല. ഞാൻ മരിച്ചിട്ട് ഒരുപാട് മാസങ്ങളായി. ഞാൻ കളിക്കുന്നതിനിടെ ഈ സ്കൂളിന് പുറകിലുള്ള സെപ്റ്റിക് ടാങ്കിൽ വീണാണ് മരിച്ചത്. ഇന്നും എൻ്റെ ശരീരം ആ സെപ്റ്റിക് ടാങ്കിൽ കിടക്കുന്നുണ്ട്. എന്നെ എൻ്റെ വഴിക്ക് വിടൂ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ശബ്ദത്തിൽ അശ്വന്തിനോട് ആ കുട്ടി സംസാരിക്കുകയുണ്ടായി. ഇതുകൂടി കേട്ടതോടെ അശ്വന്തിന് രക്തം മരവിക്കുന്നത് പോലെയുള്ള ഒരു ഭയം അവനിൽ മൊത്തത്തിൽ ഏറിക്കൊണ്ടിരുന്നു. പിന്നീട് ഒരു നിമിഷം പോലും അശ്വന്ത് അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് ഓടാനായി ശ്രമിച്ചു. എന്നാൽ അവൻ ഓടുന്ന സമയത്ത് പെട്ടെന്ന് ആ ക്ലാസ് മുറിയുടെ വാതിൽ അവന് മുന്നിൽ അടഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് അശ്വന്ത് ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്താണ് ആ കുഞ്ഞിൻ്റെ മുഖമൊക്കെ വികൃതമായ രീതിയിലേക്ക് മാറിയിട്ട് തികച്ചും ഒരു പേടിപ്പെടുത്തുന്ന ഒരു പ്രേതാത്മാവിൻ്റെ രൂപത്തിൽ ആ കുഞ്ഞ് അവിടെ തന്നെ അവനെ തന്നെ തുറിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ കണ്ണിമ വെട്ടും മുന്നേ ആ കുഞ്ഞിൻ്റെ രൂപം അശ്വന്തിന് മുന്നിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഭാഗത്തെ കാറ്റും കോളും അതുപോലെ ആ അന്തരീക്ഷമൊക്കെ പഴയ രൂപത്തിലായി. ഉടനെ തന്നെ ആ ക്ലാസ് മുറിയുടെ വാതിൽ അവന് മുന്നിൽ തുറക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവൻ്റെ സൈക്കിൾ പോലും എടുക്കാതെ അവൻ ആ രാത്രി ഓടി അവൻ്റെ വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ കിതച്ചുകൊണ്ട് ഓടി വരുന്നത്, സൈക്കിൾ എന്തേ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് അശ്വന്ത് ഈ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നത്. എന്ത്,
നീ ഇങ്ങനെയൊക്കെ കണ്ടു എന്നോ? ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് അശ്വന്തിൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അശ്വന്തിൻ്റെ അച്ഛൻ അശ്വന്തിനോടായിട്ട് ചോദിച്ചു, നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന്. അതെ അച്ഛാ, ഇങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞത്. എന്നാൽ 3 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ അടുത്തേക്ക് വന്ന ആ അമ്മൂമ്മയുടെ കൊച്ചുമകനായിരിക്കാം അത്. ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരം ആ സെപ്റ്റിക് ടാങ്കിൽ ഇന്നും ഉണ്ടാകാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അശ്വന്തിൻ്റെ അച്ഛൻ നാട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന ചില ഗ്രാമപ്രമാണിമാരെയും വിവരം അറിയിച്ചു. പോലീസും അങ്ങോട്ടേക്ക് എത്തി. ഉടനെ തന്നെ ആ സ്കൂളിൻ്റെ സെപ്റ്റിക് ടാങ്ക് അവർ വീണ്ടും തുറക്കാനായി ആരംഭിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ സെപ്റ്റിക് ടാങ്ക് തുറന്ന സമയത്ത് അതിനകത്ത് ചില വേസ്റ്റ് അവശിഷ്ടങ്ങളും അതുപോലെ ചെളിയും നിറഞ്ഞിരുന്നു. എന്നാൽ ഈ ചെളിയൊക്കെ കോരി അവിടെ നിന്ന് മാറ്റുന്ന സമയത്താണ് വെറും 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ അസ്ഥികൂടം ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ലഭിച്ചത്. ഇതുകൂടി കണ്ടതോടെ അശ്വന്ത് പറഞ്ഞ കഥയിൽ എന്തോ സത്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഇതോടെ അന്ന് കാണാതായ കിഷോറിൻ്റെ ഈ തിരോധാനത്തിന് ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അശ്വന്തിൻ്റെ അച്ഛനോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അന്ന് കവടി നിരത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ കിഷോർ ഇവിടെ നിന്നും പോയിട്ടില്ല, അവൻ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ട് എന്ന്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ടാവാം അശ്വന്തിൻ്റെ അച്ഛന് ഇത് എവിടെയാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കാതിരുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മറ്റാരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെ ഈ കുഞ്ഞ് തൻ്റെ മരണവാർത്ത അറിയിക്കാനായി അശ്വന്തിൻ്റെ മുന്നിൽ തന്നെ എന്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന ഒരു ചോദ്യമായിട്ടാണ് അവിടെ നിന്നും എല്ലാവരും മടങ്ങിയത്. പിന്നീട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും അശ്വന്തിന് ആ ഒരു പേടിയിൽ നിന്ന് മോചനം വന്നിരുന്നില്ല. കാരണം അന്നത്തെ ആ രാത്രിയും ആ കുഞ്ഞിൻ്റെ മുഖവും അശ്വന്തിൻ്റെ മനസ്സിൽ എന്നും മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് കാലത്തോളം അശ്വന്ത് ഈ ഒരു ഭാരം മനസ്സിൽ പേറിക്കൊണ്ട് ഇരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അശ്വന്ത് ഈ കഥ എന്നോട് പറയുന്ന സമയത്ത് അശ്വന്ത് ഒരുപാട് വലിയൊരാളായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഒരു ജോലിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുമാണ്. എന്നാൽ അവന് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് രാത്രി ഒരു കുഞ്ഞ് ചേട്ടാ എന്ന് വിളിക്കുന്നത് പോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ സ്വപ്നത്തിൽ ഞെട്ടി ഉണരുന്നതും പതിവാണെന്ന് അവൻ്റെ ഭാര്യ അവനോട് എപ്പോഴും പറയുമായിരുന്നു എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. ചില ആത്മാക്കൾ അങ്ങനെയാണ്. ചിലരെ തേടിപ്പിടിച്ച് അവരുടെ മരണകാരണങ്ങളും മരണ രഹസ്യങ്ങളും അവരോട് മാത്രമായിട്ട് പറയും. അതിനു പിന്നിൽ ചില നക്ഷത്ര രാശികളും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ കൂടാം.